കൂട്ടുകാരെ, ഒരു മാജിക് കാണിക്കാൻ തയ്യാറായിക്കൊള്ളൂ. കലണ്ടർ കൊണ്ടുള്ള ഒരു മാജിക്. അതായത് 1600 മുതൽ 2099 വരെയുള്ള ഏത് ദിവസവും ചോദിച്ചാൽ നമുക്ക് നിമിഷങ്ങൾ കൊണ്ട് അത് ഏത് ആഴ്ചയാണ് എന്ന് പറയാൻ സാധിക്കും. ഇത് LDCയുടെ 2014 ഒരു ചോദ്യമാണ്. 2012 ഒക്ടോബർ 1 തിങ്കളാഴ്ചയാണ്. എന്നാൽ 2012 നവംബർ 1 ഏത് ആഴ്ചയായിരിക്കും? ഇവിടെ വേദിക് മാത്തമാറ്റിക്സിന്റെ സഹായത്തോടെ ഉത്തരം കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിന് ചോദ്യത്തിന്റെ ആദ്യ ഭാഗത്തിൽ നൽകിയിട്ടുള്ള 2012 ഒക്ടോബർ 1 തിങ്കളാഴ്ചയാണ് എന്ന വിവരത്തിന്റെ പോലും ആവശ്യം നമുക്കില്ല. നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ചോദ്യത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് 2012 നവംബർ 1 ഏത് ആഴ്ചയാണ് എന്നാണ്. ആ വർഷത്തിന്റെ അവസാനത്തെ 2 ഡിജിറ്റ് മാത്രം എഴുതുക. 2012ന്റെ അവസാനത്തെ 2 ഡിജിറ്റ്, അതായത് 12. ഇനി ഇതിനെ 4 കൊണ്ട് ഹരിച്ച് ഹരണഫലം മാത്രം എഴുതുക. 12നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം 3 ആണ്. ഇവിടെ നമ്മൾ ശിഷ്ടത്തെ പറ്റിയോ മറ്റൊന്നും വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. ഹരണഫലം മാത്രം എഴുതുക. 4 കൊണ്ട് ഹരിക്കുന്നതിന്റെ ലോജിക്ക് എന്താണെന്ന് അറിയാമോ? ലീപ്പ് ഇയറിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ 4 കൊണ്ട് ഹരിക്കുന്നത്. ഇനി നമ്മൾ എഴുതേണ്ടത് നമ്മുടെ ചോദ്യത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന ഡേറ്റ് ആണ്. നവംബർ 1 ആണ് നമ്മുടെ ഡേറ്റ്. അതുകൊണ്ട് 1 എന്ന് വലതുവശത്ത് എഴുതുക. ഇനി നമ്മൾ ഓർത്തിരിക്കുക തന്നെ വേണം മന്ത് കോഡ്. ആദ്യം തുടങ്ങുന്നത് 144 ആണ്, അവസാനിക്കുന്നത് 146. ഇതിനിടയിൽ 0, 250, 36 എന്ന ഡിജിറ്റുകൾ കൂടിയുണ്ട്. അതായത് 12 ഡിജിറ്റ് ഉള്ള ഒരു കോഡാണ്. ഇത് ഓർത്തിരിക്കുക തന്നെ വേണം. ആദ്യത്തെ ഡിജിറ്റ് ഒന്നാമത്തെ മാസമായ ജനുവരിയെയും അവസാനത്തെ ഡിജിറ്റ് അവസാനത്തെ മാസമായ ഡിസംബറിനെയും സൂചിപ്പിക്കുന്നു. ഇതിനിടയിലുള്ള ഓരോ ഡിജിറ്റുകളും ഓരോ മാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇയർ കോഡും നമ്മൾ ഓർത്തിരിക്കണം. 64206. ആദ്യത്തേത് 6 ആണ്, പിന്നീട് 2 കുറഞ്ഞ് 4 ആകുന്നു, വീണ്ടും 2 കുറഞ്ഞ് 2 ആകുന്നു, വീണ്ടും 2 കുറഞ്ഞ് 0 ആകുന്നു, പിന്നെ കൂടുകയാണ് 6ലേക്ക്. അതായത് തുടങ്ങുന്നതും അവസാനിക്കുന്നതും 6ലാണ്. ഇത് ഇയർ കോഡാണ്. നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഇയർ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്ന് നോക്കി മാത്രം ആഡ് ചെയ്യുക. നമ്മുടെ ചോദ്യത്തിൽ 2012 ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് 2000 മുതൽ 2099 വരെയുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ 6 ആഡ് ചെയ്യുന്നു. ഈ പറഞ്ഞിരിക്കുന്ന 5 സ്റ്റെപ്പുകളിലെയും സംഖ്യകളെല്ലാം കൂട്ടുകയാണ്. ഉത്തരം 26. അതിനുശേഷം നമ്മൾ 7 കൊണ്ട് ഹരിക്കുന്നു. 7 കൊണ്ട് ഹരിക്കുന്നതിന്റെ ലോജിക് മനസ്സിലായോ? ഒരാഴ്ചയിൽ 7 ദിവസങ്ങളല്ലേ ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ 7 കൊണ്ട് ഹരിക്കുന്നത്. 26 ഡിവൈഡഡ് ബൈ 7 = 3 ആണ്. നമ്മൾ ഹരണഫലത്തെ ഓർത്ത് ഇവിടെ വേവലാതിപ്പെടേണ്ടതില്ല. ഇവിടെ നമ്മൾ പരിഗണിക്കേണ്ടത് ശിഷ്ടം മാത്രമാണ്. 26നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 5 ആണ്. ശിഷ്ടം 1 ആയാൽ സൺഡേ, 2 ആയാൽ മൺഡേ, 3 ആയാൽ ട്യൂസ്ഡേ, 4 ആയാൽ വെനസ്ഡേ, 5 ആയാൽ തേഴ്സ്ഡേ, 6 ആയാൽ വെനസ്ഡേ, 0 ആയാൽ സാറ്റർഡേ. നമ്മുടെ ശിഷ്ടം 5 അല്ലേ? അപ്പോൾ ഏതാഴ്ചയായിരിക്കും? അടുത്ത ചോദ്യം, 1869 ഒക്ടോബർ 2 ഏത് ആഴ്ചയായിരിക്കും? നിങ്ങൾക്കറിയാമല്ലോ, വളരെ പ്രശസ്തമായ ഒരു ഡേറ്റ് ആണിത്. നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ് ഈ ദിവസം. നമ്മൾ എടുക്കേണ്ടത് 1869ന്റെ അവസാനത്തെ 2 ഡിജിറ്റ് മാത്രം, 69. അതിനുശേഷം അതിനെ 4 കൊണ്ട് ഹരിക്കുന്നു. ഹരണഫലം മാത്രമാണ് നമ്മൾ എടുക്കുന്നത്, 17. അതിനുശേഷം നമ്മൾ ഡേറ്റ് ആണ് എഴുതുന്നത്. ഒക്ടോബർ 2 എന്നത് 2 ആണ്. അതിനുശേഷം നമ്മൾ എഴുതേണ്ടത് മന്ത് കോഡാണ്. ഒക്ടോബറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മന്ത് കോഡ് 1 ആണ്. നമ്മുടെ മന്ത് കോഡ് എന്താണ്? 144, 0, 250, 36, 146. അതായത് ഒക്ടോബർ എന്ന് പറയുന്നത് അവസാനത്തേതിൽ നിന്നും 3ാമത്തെയാണ്. നമ്മുടെ മന്ത് കോഡ് 1 ആണ്. ഇനി ഇയർ കോഡ് നോക്കൂ. 1869 ആണ് വർഷം. അപ്പോൾ ഇയർ കോഡ് 2 അല്ലേ? ഇനി ഈ 5 നമ്പേഴ്സും ആഡ് ചെയ്യൂ. ഉത്തരം 91. അതിനെ 7 കൊണ്ട് ഹരിക്കുക. ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലമല്ല നമ്മൾ എടുക്കുന്നത്, ശിഷ്ടമാണ്. ശിഷ്ടം 0 ആണ്. ശിഷ്ടം 0 ആയാൽ അത് ശനിയാഴ്ചയാണ്. അതായത്
ഗാന്ധിജി ജനിച്ച 1869 ഒക്ടോബർ 2 ഒരു ശനിയാഴ്ചയായിരുന്നു. കൂട്ടുകാരെ, ഇനി നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഏതാഴ്ചയായിരിക്കും എന്നൊന്ന് നോക്കിയാലോ. വർഷത്തിന്റെ അവസാനത്തെ 2 ഡിജിറ്റ് എഴുതുക. 47. അതിനെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം 11 ആണ്. നമ്മുടെ ഡേറ്റ് 15 ആണ്. മന്ത് കോഡ് ഓഗസ്റ്റിനെ സൂചിപ്പിക്കുന്നത് 3 ആണ്. ഇയർ കോഡ് 1947 സൂചിപ്പിക്കുന്ന ഇയർ കോഡ് 0 ആണ്. ഈ 5 സംഖ്യകളും ആഡ് ചെയ്യുമ്പോൾ 76 കിട്ടുന്നു. അതിനെ നമ്മൾ 7 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടം 6 ആണ്. നമുക്കറിയാം ശിഷ്ടം 6 ആയാൽ അത് വെള്ളിയാഴ്ചയായിരിക്കും. കൂട്ടുകാരെ, നിങ്ങൾ ജനിച്ചത് ഏതാഴ്ചയാണ്? ഇത് ചോദിച്ച് ഇനി അച്ഛനെയും അമ്മയെയും ബുദ്ധിമുട്ടിക്കേണ്ട, നിങ്ങൾക്ക് തന്നെ കണ്ടെത്താമല്ലോ. ഈ രീതി AD 1600 മുതൽ AD 2099 വരെയുള്ള വർഷങ്ങളിൽ ശരിയായിട്ടാണ് കാണിക്കുന്നത്. തുടർന്നുള്ള വർഷങ്ങളിലും നമുക്ക് ഇതുപോലുള്ള ടെക്നിക്കുകൾ കണ്ടുപിടിക്കാവുന്നതേയുള്ളൂ. ഒരു ലീപ്പ് ഇയറിലെ ജനുവരിയിലെയോ ഫെബ്രുവരിയിലെയോ ഏതെങ്കിലും ദിവസമാണ് കാണാൻ ആവശ്യപ്പെടുന്നതെങ്കിൽ മാത്രം ഇത് ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. നമുക്ക് കിട്ടുന്ന ഉത്തരം സൺഡേ ആണെന്നിരിക്കട്ടെ, എങ്കിൽ യഥാർത്ഥ ഉത്തരം അതിന് തൊട്ടുപിറകിലുള്ള ദിവസം, അതായത് സാറ്റർഡേ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം സാറ്റർഡേ ആണെന്നിരിക്കട്ടെ, എങ്കിൽ യഥാർത്ഥ ഉത്തരം ഏതായിരിക്കും? തൊട്ടുപിറകിലുള്ള ദിവസം, അതായത് ഫ്രൈഡേ ആയിരിക്കും. ഇങ്ങനെ ഏത് ദിവസമാണോ നിങ്ങൾക്ക് ഉത്തരമായി ലഭിക്കുന്നത് അതിന്റെ തൊട്ടുപിറകിലുള്ള ദിവസമായിരിക്കും ശരിയായ ഉത്തരം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ലീപ്പ് ഇയറിലെ ജനുവരി ഫെബ്രുവരി മാസങ്ങൾക്ക് മാത്രമാണ് ബാധകമാവുകയുള്ളൂ. ബാക്കി എല്ലാ മാസങ്ങളും ലീപ്പ് ഇയർ അല്ലാത്ത വർഷവും നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ബോക്സിൽ ഇടൂ. താങ്ക് യു.